ചുണ്ണാമ്പ് ചട്ടിയിൽ ആഡ് ചെയ്യും. അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ഈ കരിപ്പെട്ടി ഉപയോഗിക്കാം. ഷുഗർ പേഷ്യൻസിന് പോലും കഴിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഫ്രഷ് ആയിട്ടുള്ള കരിപ്പെട്ടി കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ സായൽഗുഡിയിലാണ്, തൂത്തുക്കുടിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള കരിപ്പെട്ടി നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ശരിക്കും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ നിൽക്കുന്നത് ഏക്കർ കണക്കിന് വലുപ്പമുള്ള ഒരു പനമരത്തോട്ടത്തിലാണ്. അതെല്ലാം കരിമ്പനകളാണ്. നമ്മളിപ്പോഴും പറയാറുണ്ട് കരിമ്പനകളുടെ നാടാണ് പാലക്കാട് എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ അതിനേക്കാളും കൂടുതൽ കരിമ്പനകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. നമ്മൾ സാധാരണ കള്ളൊക്കെ ചെത്തുന്ന പോലെ ഇവിടെ ഒരു ചേട്ടനാണ് പനയിൽ കയറി ഇത് ചെത്താനായിട്ട് പോകുന്നത്. കള്ളിയത്തിൻ്റെ പല വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വളരെ റിസ്ക്കുള്ളൊരു ജോലിയാണ് ഈ തെങ്ങ് കയറ്റം അല്ലെങ്കിൽ ഈ പന കയറുന്നത് പറയുന്നത്. ഈ ഒരു കരിപ്പെട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കള്ള് ചെത്തുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ഈ പനയിൽ കയറുന്നു, പനയുടെ പനങ്കൊല നമ്മൾ നല്ല രീതിയിൽ ചെത്തി എടുത്തിട്ട് അതിൽ നിന്ന് വീഴുന്ന ആ ഒരു കള്ളിന് തന്നെയാണ് നമ്മൾ കരിപ്പെട്ടിയാക്കി മാറ്റുന്നത്. നമ്മൾ ഈ പനയിൽ നിന്ന് വീഴുന്ന ആ ഒരു കള്ളാവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ചട്ടിയിൽ നല്ല രീതിയിൽ ചുണ്ണാമ്പ് മിക്സ് ചെയ്യും. അപ്പോൾ ചുണ്ണാമ്പുമായിട്ട് നമ്മൾ ഈ വരുന്ന കള്ള് ഫെർമെൻറ്റേഷൻ നടക്കാത്തതുകൊണ്ട് നമുക്കത് തെളിഞ്ഞ രീതിയിൽ വരുന്ന വെള്ളമായിട്ട് നമുക്ക് കിട്ടും. മാത്രമല്ല ഇത് നമ്മൾ ചെത്തി ഇറക്കുന്ന ഇതിൻ്റെ പേര് പറയുന്നത് പതനി എന്നാണ്. നമ്മൾ നാട്ടിലാണെങ്കിൽ ഈ ചുണ്ണാമ്പൊന്നും തേക്കാത്തതുകൊണ്ട് അത് കള്ളായിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ശുദ്ധമായിട്ടുള്ള കരിപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പതനി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ ഇറക്കിയിട്ട് ഇത് നമ്മൾ ഷെഡിൽ കൊണ്ടുപോകും. ഷെഡിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ തിളപ്പിച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ മറ്റ് പ്രോസസ്സുകൾ നടക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. പനിയിൽ നിന്ന് ഫ്രഷായി ചെത്തിയെടുത്ത് വന്നിട്ടുള്ള പതനിയാണ്. അപ്പോൾ ഇത് നമ്മൾ കള്ളിൻ്റെ കളർ തന്നെയാണ്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ തെളിഞ്ഞ് വരും. നമ്മളിപ്പോൾ ചെത്തി ഇറക്കിയിട്ടുള്ള പതനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെ നമ്മൾ നല്ല പനയോല കൊണ്ട് നല്ല രസമായിട്ടുള്ളൊരു കുമ്പിൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി പതനി വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പതനിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുണ്ണാമ്പ് ഇടുന്നതുകൊണ്ട് അത് ഫെർമെൻറ്റേഷൻ ആവില്ല. നമ്മളിങ്ങനെ തെളിഞ്ഞ് തന്നെ കിടക്കും. മോനെ ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ട് സാധനം. നല്ല രീതിക്ക് ചെത്തി ഇറക്കിയ പതനി ഇതേ കൊണ്ടുവന്ന് രണ്ടാവിലെ ഒഴിച്ചു, തീ വെച്ചു. ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചൂട് എനിക്ക് നന്നായി ഫീൽ ആവുന്നുണ്ട്. മാത്രമല്ല ഒരു ചെറിയൊരു മണവും വരുന്നുണ്ട്. അതായത് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പതനി ഡയറക്റ്റായി വന്ന് ഈ തീയിൽ വെച്ച് ഇങ്ങനെ കുറുക്കി ആകുമ്പോഴാണ് ഈ കരിപ്പെട്ടിയായി മാറുന്നത്. പനശർക്കര ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ലൈവായിട്ട് ചൂടോടെ എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഉരുണ്ട ആവുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എടുത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുപ്പിന് വളരെ സ്പീഡിൽ തന്നെ ചട്ടി എടുത്ത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ തുണിയൊക്കെ സെറ്റാക്കി ചിരട്ടയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കരിപ്പെട്ടി കണ്ടിട്ടുണ്ടാവും. ഒരു ചിരട്ടൻ്റെ ഷേപ്പിലാണ് ആ സാധനം ഉണ്ടാവുക. അപ്പോൾ ആ ഷേപ്പ് ചിരട്ടിയിൽ ഒഴിച്ചിട്ടാണ് വരുത്തുന്നത്. ഇതെല്ലാം പ്രോസസ്സ് വളരെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പോകും. ഇതേ കരിപ്പെട്ടിയൊക്കെ ചിരട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് പുറത്തെടുക്കാം. പതനി ഉപയോഗിച്ച് പ്യുവറായിട്ട് ഒന്നും ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കിയതേ കരിപ്പെട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഹോള് കണ്ടില്ലേ? ഈ ഹോളിൽ പിടിച്ചൊന്ന് തട്ടിയ സാധനം കയറി വന്നു. നിറയെ ആരോഗ്യ ഗുണമുള്ളൊരു സാധനമാണ് ഈ കരിപ്പെട്ടി. അപ്പോൾ അതായത് ഗർഭിണികളുള്ളവർക്ക് കഴിക്കാറുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. മാത്രമല്ല വയറ്റ് പുണ്ണുള്ളവർക്കും കഴിക്കാൻ കൊടുക്കാറുണ്ട്. മാത്രമല്ല ഷുഗർ ഉള്ളവർക്ക് ഇത് ധൈര്യമായി കഴിക്കാമെന്നാണ് പറയുന്നത്. ഏകദേശം 20 ലിറ്റർ പതനിയാണ് കുറുക്കിയിട്ട് വെറും 5 കിലോ കരിപ്പെട്ടി കിട്ടിയത്.